ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫാണ്. 5:30ക്കാണ് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഫ്രഷായിട്ട് സ്പ്രൗട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റഡി സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 6:15 എനിക്ക് PCODയുടെ ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഹെൽത്തി ഐറ്റംസൊക്കെ കുറച്ച് മെനുവിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ എടുക്കുന്നത് റെസ്പിറേഷൻ ആൻഡ് പ്ലാന്റ്സ് എന്നുള്ള ചാപ്റ്ററാണ്. ഞാൻ ഓൾറെഡി ഈ ചാപ്റ്റർ വായിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്കിങ്ങനെ ചില ചാപ്റ്റേഴ്സ് ഉണ്ട്, നമ്മൾ എത്ര വായിച്ചു കഴിഞ്ഞാലും നമുക്ക് കോൺഫിഡൻസ് കുറവ് തോന്നുന്ന ചാപ്റ്റേഴ്സ്. ഒരുപക്ഷെ നമുക്ക് നന്നായിട്ട് അറിയായിരിക്കും, എങ്കിൽ പോലും ഉള്ളിലൊരു പേടിയാണ്. അതിനുശേഷം ഞാൻ 8:30 ആയപ്പോഴേക്കും ചെറിയൊരു ബ്രേക്ക് എടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ബ്രേക്ക് എടുത്തതാണ്. എക്സാം അടുക്കാറായതുകൊണ്ടാണോ എന്നറിയില്ല, മൈൻഡ് സെറ്റിൽ നല്ലപോലെ ചേഞ്ച് ഉണ്ട്. എവിടേക്കോ ഒരു കോൺഫിഡൻസ് കുറവ് പോലെ. ഈ ഒരു റീസൺ കൊണ്ട് മാത്രം ലാസ്റ്റ് ടൈമിൽ ഞാൻ ഉഴപ്പി പോകുന്നുണ്ടോയെന്ന് എനിക്ക് നല്ല ഡൗട്ടാണ്. പക്ഷേ ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ വയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റോടു കൂടിയാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രേക്കിന് ശേഷം ഞാൻ എടുത്തത് ലോസ് ഓഫ് മോഷനാണ്. ലോസ് ഓഫ് മോഷനിലെ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് അപ്ലൈ ചെയ്യാൻ എനിക്ക് കുറച്ച് പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് NCERT വായിക്കാമെന്ന് വിചാരിച്ചത്. NCERTയിലാകുമ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാവും. മാത്രമല്ല ഓരോ കാര്യത്തിനെയും അവർ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. പറഞ്ഞ കാര്യം തന്നെ NCERTയിൽ തിരിച്ചും മറിച്ചും പറയാറുണ്ട്. അതുകൊണ്ട് കൺസെപ്റ്റ് ക്ലിയർ ആവാത്ത ഭാഗങ്ങളൊക്കെ ഞാൻ ഇതേപോലെ NCERT നോക്കിയിട്ടാണ് റെഫർ ചെയ്യാറുള്ളത്. പക്ഷേ ലാസ്റ്റ് മൊമെൻ്റ് ആയതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഈ സമയത്ത് NCERT കവർ ചെയ്യാനുള്ള സമയമില്ല. എനിവേ ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസൊക്കെ ചെറുതായിട്ട് പാട് തോന്നിയോണ്ടാണ് ഈ ലാസ്റ്റ് മിനിറ്റിലും 1 മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് NCERT പെട്ടെന്ന് വായിച്ചു തീർക്കാമെന്ന് വിചാരിച്ചിരുന്നത്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഇപ്പോൾ നല്ല ആക്റ്റീവാണ്. ലാസ്റ്റ് ഇട്ട ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഓരോരുത്തരും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു 7 ഡേ ചലഞ്ചാണ്. ഒരുവിധം എല്ലാ ചാപ്റ്റേഴ്സും അതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 7 ഡേയ്സും കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ചലഞ്ച് ഫോളോ ചെയ്യുന്നതിൽ ഒരു വിന്നറിനെ നമ്മൾ തിരഞ്ഞെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ ചലഞ്ച് നമ്മൾ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. ഗ്രൂപ്പിൽ ഓരോരുത്തരും ഇത്ര ചാപ്റ്റേഴ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടുമ്പോൾ അത് കാണുന്ന ബാക്കിയുള്ളവർക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. അവർക്ക് കൂടെ അത്രയും പഠിക്കാൻ പറ്റും. അങ്ങനെ 9:30 മുതൽ 10:30 വരെയാണ് ഞാൻ ലോസ് ഓഫ് മോഷൻ വെച്ചിട്ടുണ്ടായിരുന്ന സമയം. പക്ഷേ 10:30 ആയപ്പോഴേക്കും ചാപ്റ്ററിൻ്റെ ഒരു പകുതി പോലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വായിച്ച് തീർക്കുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കിയാണ്. അതുകൊണ്ട് തന്നെ NCERT വായിക്കൽ ഞാൻ അവിടെ വെച്ച് നിർത്തി. അതുകൊണ്ട് തന്നെ ലോസ് ഓഫ് മോഷൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വല്ല നോട്ട്സും വായിക്കാമെന്ന് കരുതി. മെമോ നീറ്റിലെ ഷോർട്ട് നോട്ട്സാണ് ഞാൻ എടുത്തത്. അത് വായിച്ച് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഒരു എക്സാമ്പിൾ ഞാൻ നേരത്തെ ടെക്സ്റ്റിൽ വായിച്ച അതേ സംഭവം കണ്ടത്. അതാണ് തിരിച്ചും മറിച്ചും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നി. അപ്പോൾ പിന്നെ ഒരുവിധം കാര്യങ്ങൾ അതിലുണ്ടാവും തോന്നി. മാത്രമല്ല ഇങ്ങനെ കളർഫുൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഉള്ളിൽ ഭയങ്കര ഇരുട്ടായതുകൊണ്ട് തന്നെ പുറത്ത് വന്നിരുന്ന് എഴുതാമെന്ന് വിചാരിച്ചു. അതിൽ സ്ക്രീൻഷോട്ട് ചെയ്യാനോ ഡൗൺലോഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് നോട്ട്സിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മൾ എഴുതിയെടുക്കുക തന്നെ വേണം. അങ്ങനെ പിന്നെ അത് നോക്കിയിട്ട് ഞാൻ ഷോർട്ട് നോട്ട്സിൽ ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ എഴുതിയെടുത്തു. ഞാൻ പൊതുവേ എക്സാമ്പിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് NCERT റെഫർ ചെയ്യാറുള്ളത്. അതാവുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു കൺസെപ്റ്റ് കിട്ടും. പുറത്തിരുന്ന് പഠിക്കുമ്പോൾ എന്തോ മനസ്സിനൊരു ആശ്വാസം കിട്ടാറുണ്ട്. പക്ഷേ ഉള്ളിലിരുന്ന് പഠിക്കുമ്പോഴാണ് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റാറുള്ളത്. അങ്ങനെ 12 മണി വരെ ഞാൻ ഏകദേശം നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തു. 12 മണിക്ക് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പറും OMRഉം ഡൗൺലോഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഓൾ ഇൻ വൺ ബ്രഹ്മാസ്ത്ര ടെസ്റ്റ് സീരീസ് ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി. കാരണം എനിക്ക് ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള പല കാര്യങ്ങളിൽ ഒന്നാണിത്. കാരണം എക്സാം ഓൺലൈനായിട്ട് എഴുതുക എന്നുള്ളത് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്പിലും ഫോണിലൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു നീറ്റിൻ്റെ എഫക്റ്റ് കിട്ടില്ല. ഞാൻ പലപ്പോഴായിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറും OMRഉം കൊണ്ട് വീട്ടിലിരുന്ന് എഴുതുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറും OMRഉം പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. 2 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. ആ സമയം ആകുമ്പോഴേക്കും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും OMRഉം പ്രിൻറ്റ് ചെയ്തിട്ടിരിക്കണം. നെക്സ്റ്റ് ഞാൻ കൈനറ്റിക് തിയറിയുടെ നോട്ട്സ് റെഫർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് പിന്നെ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ഞാൻ നോട്ടിൽ എഴുതിയെടുക്കുകയൊന്നും ചെയ്തില്ല. ജസ്റ്റ് നോട്ട്സ് റെഫർ ചെയ്ത് പോവുകയാണ് ചെയ്തുള്ളൂ. ഷോർട്ട് നോട്ടില്ല, ഇക്വേഷൻ നോട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഷോർട്ട് നോട്ട്സ് അതിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. മാത്രമല്ല NCERT ഓറിയൻറ്റഡ് ആണ്. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് പല ചാപ്റ്റേഴ്സിനും ഷോർട്ട് നോട്ട്സ് ഇല്ല.
പക്ഷേ ഇനി അത് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഷോർട്ട് നോട്ട്സൊക്കെ നോക്കാറുള്ളത് ഇത് വെച്ചിട്ടാണ്. 1:15 ഞാൻ സെഷൻ വൈൻഡപ്പ് ചെയ്തു. നെക്സ്റ്റ് ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നതാണ്. 2 മണിക്ക് നെക്സ്റ്റ് എക്സാം ഉള്ളതുകൊണ്ട് തന്നെ ക്വിക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ പൊട്ടാറ്റോ റൈസാണ് ലഞ്ചിന് സെറ്റാക്കിയത്. വീട്ടിലാരും ഇല്ലേ, എന്തുകൊണ്ട് ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുന്നതെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ഒരു പക്ഷേ അവരൊന്നും ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 2 മണിയായപ്പോഴേക്കും തന്നെ ഫുഡൊക്കെ കഴിച്ച് എക്സാമിന് വേണ്ടിയിട്ടിരുന്നു. എക്സാമിൽ തന്നെ ടൈമർ അവൈലബിൾ ആയിട്ടുണ്ട്. ടൈമർ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ OMR സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം. ശരിക്കും 14th ഏപ്രിലിൽ ലൈവ് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വിഷുവായ കാരണം അത് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നത്തെ ദിവസത്തെ എക്സാമാണ് ഞാൻ എഴുതുന്നത്. ശരിക്കും OMR തന്നെ എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കറക്റ്റ് എത്ര മണിക്കൂർ എടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവുക. ഇങ്ങനെ OMR തന്നെ പ്രാക്ടീസ് ചെയ്ത് മാക്സിമം 3 ഹവറിനുള്ളിൽ തന്നെ എല്ലാ സബ്ജക്റ്റിലെയും അറിയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. അതിന് നല്ല പ്രാക്ടീസ് ആവശ്യമാണ്. ഇങ്ങനെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഓഫ്ലൈനായിട്ട് എക്സാം എഴുതാൻ പറ്റുന്ന ഫീച്ചർ കണ്ടിട്ടാണ് ഞാൻ ഓൾ ഇൻ വൺ ബ്രഹ്മാസ്ത്ര ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസൊക്കെ ആവറേജ് നീറ്റ് മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ഒരുപാട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, എന്നാൽ ഭയങ്കര ഈസി ക്വസ്റ്റ്യൻസും അല്ലായിരുന്നു. അതിനിടയിൽ വരുന്ന നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മാത്രമല്ല 100% NCERT ബേസ്ഡ് ആണ്. PYQ ഫോർമാറ്റിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 20% PYQs ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല NTA അപ്ഡേറ്റഡ് സിലബസ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഡയഗ്രം ബേസ്ഡ് ആയിട്ടും അതുപോലെ ഗ്രാഫ് ബേസ്ഡ് ആയിട്ടും ന്യൂമറിക്കൽ ബേസ്ഡ് ആയിട്ടും എല്ലാം ഉള്ള ചോദ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സാംസ് എഴുതുമ്പോൾ ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്യാറുള്ളത് ബയോളജിയാണ്. ബയോളജിയിൽ തന്നെ സുവോളജിയാണ് ഞാൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യാറുള്ളത്. അതാവുമ്പോൾ അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ അറ്റൻഡ് ചെയ്ത് പോകാമല്ലോ എന്ന് വെച്ചിട്ടാണ് ലാസ്റ്റിലേക്കാണ് ഫിസിക്സും കെമിസ്ട്രിയും ചെയ്യാറുള്ളത്. പല സമയങ്ങളിൽ ഞാൻ ഫിസിക്സ് ആദ്യം അറ്റൻഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഫിസിക്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നന്നായിട്ട് ഫിസിക്സ് ആദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ എഴുതാൻ പറ്റും. പക്ഷെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും അറിയുന്ന ബയോളജി ഒരു പക്ഷേ നമുക്ക് ലാസ്റ്റ് സമയം കിട്ടില്ല. 1.5 മണിക്കൂറും അതിൽ കൂടുതലൊക്കെ ഫിസിക്സിന് പലപ്പോഴും എടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഫസ്റ്റ് ബയോളജിയിലാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ദെൻ കെമിസ്ട്രി ചെയ്യും. ഏറ്റവും ലാസ്റ്റാണ് ഇപ്പോൾ ഫിസിക്സ് ചെയ്യാറുള്ളത്. എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ക്വസ്റ്റ്യൻസ് എസ്പെഷ്യലി ബോട്ടണിയിലും സുവോളജിയിലും ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് കറക്റ്റാണോ ഇൻകറക്റ്റാണോ ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യം റൗണ്ട് ചെയ്ത് വെക്കും. അതിനുശേഷം എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും വായിക്കും. കറക്റ്റ് തോന്നിയ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ടിക്കിടും, അല്ലാത്തത് ഇൻറ്റു മാർക്ക് ചെയ്യാണ് ചെയ്യാറുള്ളത്. അതിനുശേഷം ക്വസ്റ്റ്യൻ നോക്കി ആൻസർ ചെയ്യാണ് ചെയ്യാറുള്ളത്. മറ്റേത് നമ്മൾ മനസ്സിൽ ഫീഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഓപ്ഷൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയുണ്ട്. 2 ദിവസമായിട്ട് ഭയങ്കര ഹെഡേക്കാണ്. അതുകൊണ്ട് തന്നെ എക്സാം പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റിയില്ല എന്ന് തന്നെ വേണം പറയാൻ. ഫിസിക്സും കെമിസ്ട്രിയൊക്കെ എനിക്ക് അത്രയും അറിയാവുന്ന ഈസി ആയിട്ടുള്ള അധികം കാൽക്കുലേഷൻസ് ഒന്നും വേണ്ടാത്ത ക്വസ്റ്റ്യൻസ് മാത്രമാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും എക്സാം മിസ് ചെയ്യാൻ വയ്യാന്ന് തോന്നിയോണ്ടാണ് എക്സാം വയ്യാഞ്ഞിട്ടും അറ്റൻഡ് ചെയ്തത്. ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറും 10 മിനിറ്റിനുള്ളിലൊക്കെ ബയോളജി, ബോട്ടണിയും അതുപോലെ തന്നെ സുവോളജിയും ഞാൻ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. അതിന് ശേഷമാണ് ഞാൻ പിന്നെ കെമിസ്ട്രി എടുക്കാറുള്ളത്. മാക്സിമം പെന്നും പേപ്പറും യൂസ് ചെയ്തിട്ടുള്ള എക്സാംസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അത് വീട്ടിലിരുന്നുകൊണ്ടായാലും എക്സാംസ് പുറത്ത് പോയിട്ടിരുന്നിട്ട് എഴുതുന്നതായാലും നിങ്ങൾ അങ്ങനത്തെ എക്സാംസ് കൂടുതൽ എഴുതി പ്രാക്ടീസ് ചെയ്യുക. എക്സാം 5:20 ആയപ്പോഴേക്കും എൻഡായി. അതിനുശേഷം ഞാൻ OMR സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തു. ആ സ്പോട്ടിൽ തന്നെ നമുക്ക് ആൻസർ കീയും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ എൻ്റെ OMR മിസ്റ്റേക്സ് അനലൈസ് ചെയ്യായിരുന്നു. എൻ്റെ 2-3 ക്വസ്റ്റ്യൻസ് OMRലെ മിസ്റ്റേക്സ് കാരണം എനിക്ക് മിസ്സായിട്ടുണ്ട്. OMR ബബിൾ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ട് വേണം ബബിൾ ചെയ്യാനായിട്ട്. കറക്റ്റ് ടൈമിൽ എക്സാം എഴുതി തീർക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എക്സാംസ് ഇതേപോലെ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്പീഡ് കൂടുന്നത്. സോ വി നീഡ് ടു പ്രാക്ടീസ് മോർ. ഓൾ ഇൻ വൺ ബ്രഹ്മാസ്ത്ര ടെസ്റ്റ് സീരീസ് ഇപ്പോൾ പ്രിൻറ്റഡ് ടെസ്റ്റ് സീരീസ് ആയിട്ട് അവൈലബിൾ ആണ്. അതായത് കൊറിയറായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ലഭിക്കും. ഇപ്പോൾ ഇംഗ്ലീഷാണ് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. വൈകാതെ തന്നെ അവർ ഹിന്ദിയും അവൈലബിൾ ആക്കുന്നതാണ്. നിങ്ങൾക്ക് ബ്രഹ്മാസ്ത്ര പ്രിൻറ്റഡ് ടെസ്റ്റ് സീരീസ് ആയിട്ടോ അല്ലെങ്കിൽ ഞാനിന്ന് എഴുതിയ പോലെ ഓൺലൈൻ ടെസ്റ്റ് സീരീസ് ആയിട്ടോ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
നന്ദന 20 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഓഫും ലഭിക്കുന്നതാണ്. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് പുറത്തൂടെയൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു. അതിനുശേഷം 6 മണി മുതൽ 8 മണി വരെ ആയിരുന്നു നെക്സ്റ്റ് സെഷൻ. ഓർഗാൻസ് ആൻഡ് പോപ്പുലേഷൻ എന്നുള്ള ചാപ്റ്ററാണ് ഞാൻ വായിച്ചത്. ആദ്യം വായിക്കുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നിയിരുന്ന ചാപ്റ്ററാണ്, പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് വായിച്ച് തീരാറുണ്ട്. ബയോളജി വായിക്കുന്നതിനിടയിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ സൈഡിൽ നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് റെഫർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നോക്കി പോകാൻ പറ്റും. സൈഡിൽ ഞാൻ കമൻസാൽസത്തിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ നമുക്ക് എക്സാമ്പിൾസ് ഒന്നും പെട്ടെന്ന് മാറിപ്പോവില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റൊക്കെ എങ്ങനെയാണ്? പോർഷൻസ് ഒക്കെ തീർന്നോ? എക്സാംസിലൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്ന എക്സാമിൻ്റെ ആൻസർ കീ ഒക്കെ ചെക്ക് ചെയ്യുമായിരുന്നു. കൂടാതെ അതിൻ്റെ കൂടെ എക്സ്പ്ലനേഷൻസും ഉണ്ട്. എൻ്റെ തെറ്റ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് എവിടെയാണ് തെറ്റ് വന്നതെന്നൊക്കെ നോക്കുമായിരുന്നു. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് കേട്ടോ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് മനസ്സിലായില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരില്ല. അങ്ങനെ കുറച്ചധികം നേരം ഫിസിക്സിന് വേണ്ടിയിട്ട് ചിലവായി. ഫിസിക്സും കെമിസ്ട്രിയാണ് ഞാൻ ഫസ്റ്റ് 1 hour ചെയ്തത്. പിന്നെ ലാസ്റ്റ് 15 minutesലാണ് ബയോളജി ഫുള്ള് നോക്കിയത്. ബയോളജി ഓൾമോസ്റ്റ് എനിക്ക് കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ അധികവും കെയർലെസ് മിസ്റ്റേക്കുകളാണ് ഉണ്ടായിരുന്നത്. എക്സാംസ് എഴുതുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആൻസേഴ്സ് ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തു. അതിനുശേഷം 9:30-ക്കാണ് നെക്സ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൽ ദ യൂണിറ്റ് എന്നുള്ള ചാപ്റ്ററാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മാക്സിമം ബയോളജി ചാപ്റ്റേഴ്സ് എല്ലാം ടൈം കിട്ടുമ്പോൾ പെട്ടെന്ന് ഓടിച്ച് വായിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എക്സാംസിൽ മാർക്ക് കുറവാണെന്ന് വെച്ചിട്ട് ടെൻഷനാകരുത്. ടെൻഷനായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉള്ള മാർക്കും കൂടിയും പോവുകയാണ് ചെയ്യുക. സോ ടെൻഷൻ അടിക്കാണ്ട് പറ്റുന്ന പോലെയൊക്കെ പഠിച്ചിട്ട് പോവുക. നീറ്റിൻ്റെ അപ്ഡേറ്റഡ് സിലബസ് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓർഗാനിക്കിന് എക്സ്ട്രാ വെയിറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. പക്ഷേ ഇതുവരെ കഴിഞ്ഞാൽ JEE എക്സാംസിലൊന്നും അങ്ങനെ ഓർഗാനിക്കിനൊരു സ്പെഷ്യൽ വെയിറ്റേജ് ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. സോ നിങ്ങൾ ഓർഗാനിക്കും ഇനോർഗാനിക്കും എല്ലാ ഭാഗങ്ങളും ഒരുപോലെ തന്നെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ പലരും ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാക്സിമം ചാപ്റ്റേഴ്സ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാതും നല്ലപോലെ പഠിച്ചിട്ട് പോവുക. ഇനിയിപ്പോൾ അത്രയും അറിയില്ലാത്ത ചാപ്റ്റർ ഉണ്ട്, ഈ ഒരു സമയം കൊണ്ട് പഠിച്ച് തീരില്ല, അതിന് 1-2 ദിവസം സ്പെൻഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒഴിവാക്കുക. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നല്ലപോലെ പഠിച്ചിട്ട് പോവുക. എൻ്റെ നെക്സ്റ്റ് സെഷൻ 10:30 മുതൽ 11:30 വരെ ആയിരുന്നു. ബയോളജി തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. ബയോളജി മാക്സിമം ഞാൻ പറ്റുന്ന പോലെയൊക്കെ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബയോമോളിക്യൂൾസാണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ഞാൻ ലോസ് ഓഫ് മോഷൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടായത്. നമ്മൾ ആൻസേഴ്സ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് കറക്റ്റ് ആണോ റോങ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. കൂടാതെ എക്സ്പ്ലനേഷനും ഉണ്ട്. 12:30 ആയപ്പോഴേക്കും ഞാൻ എൻ്റെ സ്റ്റഡി സെഷൻ വൈൻഡപ്പ് ചെയ്തു. സോ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.